വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്ത് ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞ കുറവുകളെ ശക്തനായവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ശക്തി ആർജിക്കുവാനുമുള്ള ആദ്യത്തെ അത്ഭുതമാണ് യേശുതമ്പുരാൻ നിർവഹിച്ച കാനായിലെ കുടുംബത്തിൻ്റെ കുറവ് മനസ്സിലാക്കി വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. വിവാഹ വിരുന്നിന് ഏറ്റവും പ്രധാന വിഭവമാണ് ഇവിടെ തീർന്നുപോയത്. ആതിഥേയർ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ അതുവഴി ഇടയാകും കുറവുകളെ നിറവുളാക്കുവാൻ യേശുതമ്പുരാൻ നടത്തുന്ന പരിശ്രമമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അരങ്ങേറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വലിയ നോയമ്പിൻ്റെ 4 പ്രത്യേകതകൾ ഇവിടെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, കുറവുകളും നിറവുകളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം. നമ്മുടെ കുറവുകൾ എന്തെല്ലാമാണ്, നമ്മുടെ കഴിവുകൾ എന്തെല്ലാമാണ്, ഇവ തിരിച്ചറിയുവാനുള്ള ഒരു കാലഘട്ടമാണിത്. കുറവുകൾ കണ്ടുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകാനോ കഴിവുകൾ കണ്ടുകൊണ്ട് അഹങ്കരിക്കാനോ ഉള്ള ഒരു കാലഘട്ടമല്ല. കുറവുകളെ നിറവുള്ളതാക്കി തീർക്കുവാൻ നിറവുള്ളവൻ നമ്മോടുകൂടിയുണ്ട് എന്നുള്ള ആ ബോധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. 2, അധികമുള്ളവനിൽ ആശ്രയിക്കാതെ അധികാരമുള്ളവനിൽ ആശ്രയിക്കുക. അവർ സ്വാഭാവികമായി വീഞ്ഞ് കരുതിയിരുന്നു, അത് ധാരാളമുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത് കുറഞ്ഞപ്പോൾ അവർ അധികാരമുള്ളവനെ ആശ്രയിക്കുകയാണ്. അത് പരിശുദ്ധ അമ്മയാണ് നിർവഹിക്കുന്നത്. മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുവാൻ, അവരെ ആക്ഷേപിക്കാതിരിക്കുവാൻ അമ്മ നടത്തുന്ന പരിശ്രമം. അമ്മ നിറവുള്ളവൻ്റെ അടുത്ത്, അധികാരമുള്ളവൻ്റെ അടുത്ത് പോയി പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല. മൂന്നാമതായിട്ട്, വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാണ്. ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചവൻ ലോകത്തെ രക്ഷിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം
അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ആ വചനം മാംസമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു യേശുക്രിസ്തു. ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടി ആയിരുന്ന വചനം, ദൈവമായ വചനം മാംസമെടുത്ത് മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യമക്കളെ ദൈവമക്കളാക്കുന്നതിന് ദൈവപുത്രൻ മനുഷ്യാവതാരം എടുത്തുകൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളെയും ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ആ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് വലിയ നോമ്പിൻ്റെ കാലഘട്ടം. നാലാമതായിട്ട് അത്ഭുതങ്ങൾ ദർശിക്കുന്ന ഒരു കാലഘട്ടം. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ സാധ്യമല്ലാത്ത, പ്രകൃതിയുടെ നിയമമനുസരിച്ച് അതിനെ വിലയിരുത്താനാവാത്ത അത്ഭുതങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും, ഒന്ന്, കുറവുകളും കഴിവുകളും തിരിച്ചറിയേണ്ടതായ ഒരു കാലഘട്ടം. കുറവുകളെക്കുറിച്ച് നിരാശപ്പെടാനോ കഴിവുകളെക്കുറിച്ച് അഹങ്കരിക്കുവാനോ ഉള്ളതല്ല. വസ്തുനിഷ്ഠമായി നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിവുകൾ വളർത്തിയെടുത്ത് കുറവുകളെ പരിഹരിക്കുവാൻ നടത്തേണ്ട പരിശ്രമം. രണ്ടാമതായിട്ട് അധികാരമുള്ളവനിൽ ആശ്രയിക്കുന്ന ഒരു പ്രത്യേകത. അവനെ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, അവന് എല്ലാം സാധ്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, ആധികാരികതയോടുകൂടി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നടത്തുന്ന പരിശ്രമം. മൂന്നാമതായിട്ട് വചനമനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ കാലഘട്ടം. എന്താണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ മനസ്സിലാക്കി ദൈവവചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, വചനം നമ്മിലൂടെ മാംസമെടുക്കുവാൻ നാം വിട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേകത നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മെ തന്നെ മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യാനുമുള്ള കാലഘട്ടമാണിത്. ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തുവാനുള്ള കാലഘട്ടമാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനാണെന്ന് പറഞ്ഞ തമ്പുരാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തനായ പുത്രൻ്റെ ഉപമയിലൂടെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും കാണാതെ പോയ ആടിൻ്റെയും ഉപമയിലൂടെ തൻ്റെ കാരുണ്യം വെളിപ്പെടുത്തി തരുമ്പോൾ അതിനനുസരിച്ച് കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തേണ്ടതായ ഒരു കാലഘട്ടമാണ്. ടു എയർ ഈസ് ഹ്യൂമൻ ആൻഡ് കറക്റ്റ് ഈസ് ഡിവൈൻ. തെറ്റുകളെ തിരുത്തേണ്ടതായ, ദൈവികമായ രീതിയിൽ തിരുത്തേണ്ടതായ ഒരു കാലഘട്ടമാണ്. പാപത്തെ തിരിച്ചറിഞ്ഞ് പാപബോധമുണ്ടായി പാപം ഏറ്റുപറയുകയും അതുവഴി പാപമോചനം സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള കാലം. അപ്പോൾ പാപമാണോ പുണ്യമാണോ എന്ന് വേർതിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പാപബോധമുണ്ടായിരിക്കണം, പാപം ഏറ്റുപറയുവാനുള്ള മനോഭാവം, അതേപോലെ പാപമോചനം സ്വീകരിക്കുവാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തെ നാം കാണണം. അധികാരമുള്ളവരിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ കുറവുകൾ കണ്ടെത്തി നിരാശപ്പെടാതെ യേശുവിൽ നമ്മുടെ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇല്ലായ്മകളെ ഉണ്മകളാക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്നതിന് പകരം ജീവജലത്തിൻ്റെ ഉറവയായ ഈശോയെ ആശ്രയിക്കുക. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൊട്ടക്കിണറുകളെ അന്വേഷിക്കുകയല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് ജീവജലത്തിൻ്റെ ഉറവയെയാണ് നാം അന്വേഷിക്കേണ്ടത്. വചനമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. പടകിൻ്റെ വലതുവശത്തായി വലവീശുക, അത്ഭുതം നടക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറച്ച് യേശുതമ്പുരാൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അവിടുന്ന് ആശീർവദിക്കുമ്പോൾ അത് വീഞ്ഞായിട്ട് മാറുന്നു. അത്ഭുതം ദർശിക്കുന്ന ഒരു കാലഘട്ടം. ഓരോ ദിവസവും
തമ്പുരാൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയായിട്ട് അത്ഭുതങ്ങൾ നടക്കുകയാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ആ മാറ്റങ്ങളെ നല്ല രീതിയിൽ എടുക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടിയുള്ള വചനം അനുസരിച്ച് നാം ജീവിക്കുന്നുവെന്ന് വരികിൽ ഒരു രൂപാന്തരീകരണം നമ്മിൽ സംഭവിക്കും. കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ് നാം ജീവിക്കുന്നത്. ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മിൽ ഒരു രൂപാന്തരീകരണം, ഒരു മാറ്റം സംഭവിക്കുവാൻ അതുവഴിയായി ഇടയാകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. മറ്റൊരു ക്രിസ്തുവായി നാം രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെതുമായ ഈ നോമ്പ് കാലത്ത് ആത്മീയ ഉണർവും പുനർജീവനും നേടാൻ കാനായിലെ കല്യാണ വിരുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ആത്മാവിൻ്റെ ആ ഒരു നിറവ് എന്ന് പറയുന്നത്, അവിടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റേതുമായ നോമ്പ് കാലത്ത് ആത്മീയ ഉണർവും പുനർജീവനും ഉണ്ടാകണം. ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമാണ്. നാം കണ്ടിന്യൂസ്ലി റിന്യൂഡ് ആൻഡ് റീവൈറ്റലൈസ്ഡ് ലൈഫ് നേടിയെടുക്കുവാനുള്ളവരാണ്. നിരന്തരമായി നവീകരിക്കപ്പെടേണ്ടതും പുനർജീവിക്കപ്പെടേണ്ടതുമായ ഒരു ജീവിതം. നോമ്പിൻ്റെ താപസ ഒരുക്കം ഉയർപ്പിൻ്റെ മഹത്വം ദർശിക്കുന്നതിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതാണ് എൻ്റെ സത്യം. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. എല്ലാ അടയാളങ്ങളും ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ പ്രകാശനങ്ങളുമാണ്. ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം മഹത്വീകരണത്തെ ലക്ഷ്യം വെച്ച് ഉള്ളതാണെന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകരമായ സാന്നിധ്യമാണ് ഈശോയുടെ പ്രവർത്തനങ്ങളിൽ അനുഭവവേദ്യമാകുന്നത്. മൂന്നാം ദിവസം ഗലീലയിൽ ഒരു വിവാഹം നടന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നാം കണക്കുകൂട്ടുന്ന ദിവസങ്ങൾ സ്നാപയോഹന്നാൻ തൻ്റെ അടുത്തേക്ക് വന്ന് വരാനിരിക്കുന്ന മിശിഹ നീയാണോ എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ മിശിഹ അല്ല, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആ ഒരു ഒന്നാം ദിവസത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു തമ്പുരാൻ ജനമധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു രണ്ടാം ദിവസത്തെ നമുക്ക് കാണാം. മൂന്നാം ദിവസത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നു. തൻ്റെ പണി തുടർന്നുകൊണ്ട് പോകുവാൻ അവിടുന്ന് ശിഷ്യന്മാരെ വിളിക്കുന്നു. അവിടെ അന്ത്രയോസ് പോയി ശിമോനെയും വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും വിളിക്കുന്നു. ആ വിളിക്ക് ശേഷമുള്ള ദിവസമായിട്ടാണ് നാം കാനായിലെ കല്യാണ വിരുന്നിനെ കാണേണ്ടത്. മൂന്നാം ദിവസത്തിൻ്റെ പ്രത്യേകത, കൽപ്പന വാങ്ങാനായി 3 ദിവസം ഒരുങ്ങുന്ന ജനത്തെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. വീണ്ടും മരണത്തിന് ശേഷം 3-ാം ദിവസം ശിഷ്യർ കാണുന്ന ഉത്ഥാനമെന്ന മഹാരഹസ്യത്തെ നാം കാണുന്നുണ്ട്. ദൈവമഹത്വം ദർശിക്കുന്നവർ ദൈവമഹത്വത്തിന് സാക്ഷികളായി മഹത്വീകരണത്തിൻ്റെ ദിവസമായി അത് മാറുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. യഹൂദ ദിവസം വധുവിൻ്റെ ഭവനത്തിലാണ് വിവാഹവിരുന്ന് നടക്കുക. വധു ഒരുങ്ങി കാത്തു നിൽക്കുമ്പോൾ വരൻ തോഴന്മാരോടൊത്ത് വിവാഹത്തിനെത്തുന്നു. യേശുവിൻ്റെ അമ്മ തിരുസഭയെ പ്രതിനിധീകരിച്ച് വധുവായി അവിടെ ഉണ്ടായിരുന്നു. വിവാഹ സൽക്കാരത്തിന് വരുന്ന ഈശോ വരനായി വ്യാഖ്യാനിക്കപ്പെടുന്നു. സ്ത്രീയെ എന്ന അഭിസംബോധന രക്ഷാകര ചരിത്രത്തിൽ മറിയത്തിൻ്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള അഭിസംബോധന കാണാം.
രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കത്തെ സ്ത്രീകളിൽ നിന്ന് പിറക്കുന്നവൻ നിൻ്റെ കണങ്കാൽ തകർക്കും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിൻ്റെ അവസാനം സ്വർഗത്തിലെ അടയാളമായി സ്ത്രീ കാണപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സൂര്യനെ ഉടയാടയാകെ അണിഞ്ഞുകൊണ്ട് ചന്ദ്രനെ പാദപീഠമാക്കി നിർത്തിക്കൊണ്ട് 12 നക്ഷത്രങ്ങളാൽ അലങ്കൃതയായി നിൽക്കുന്ന ഇവൾ ആരോ ആരോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ആ ഒരു മഹത്വം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എനിക്കും നിനക്കുമെന്ത് സ്ത്രീയെ എന്നവിടുന്ന് ചോദിക്കുന്നത്. പരസ്യജീവിതത്തിൻ്റെ അവസാനം ചോദിക്കുന്ന ആ ചോദ്യം രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യന്തം പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയായിട്ട് മറിയത്തെ നാം കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. രക്ഷാകര ചരിത്രം കാണിക്കുന്ന സ്ത്രീ തൻ്റെ അമ്മയായ മറിയമാണെന്നും അവളിൽ ജനിച്ചവനായ താനാണ് മിശിഹ എന്നും ഈശോ വ്യക്തമാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വീഞ്ഞ് ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെ കാണിക്കുകയാണ്. യഹൂദർക്ക് വീഞ്ഞ് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും അടയാളമാണ്. ഒരു കൽഭരണിയിലെ ഏകദേശം 75 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയുള്ള 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. മിശിഹ നൽകുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് കാനായിലെ വീഞ്ഞ് സൂചിപ്പിക്കുക. വീഞ്ഞില്ലാത്തവർക്ക് 6 കൽഭരണികൾ പഴയ നിയമത്തിൻ്റെ അപൂർണതയും വീഞ്ഞുള്ള കൽഭരണി പുതിയ നിയമത്തിലും അതിൻ്റെ സമൃദ്ധിയിലും നമുക്ക് കാണാൻ കഴിയുകയാണ്. വീഞ്ഞ് കഴിവിൻ്റെ സാധ്യത, നന്മകളുടെ സമൃദ്ധി, ഇവ രണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധയമ്മ തൻ്റെ മകനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു തമ്പുരാൻ പറയുന്നു. എന്ത് സമയമാണ്? ഗ്രീക്ക് ഭാഷയിൽ കലണ്ടർ സമയത്തെ, കാലാനുക്രമമായ സമയത്തെ സൂചിപ്പിക്കുന്ന ക്രോണോസ് എന്ന പദമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വീകരണ സമയത്തെ കുറിക്കുന്ന കൈറോസ് എന്ന പദമാണ് നാം ഇവിടെ കാണുന്നത്. കുരിശിൽ പൂർത്തിയാകുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ പരമ കാഷ്ഠയാണ് പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യുഗാന്ത്യ പൂർത്തീകരണത്തെ കുറിക്കുന്ന യേശുവിൻ്റെ മരണത്തെ കുറിക്കുകയാണ് ഈ സംഭവം. മരണത്തിന് പിതാവെ നിശ്ചയിച്ച സമയത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ആദ്യത്തെ അത്ഭുതം മരണത്തിലേക്കുള്ള മിശിഹായുടെ ആദ്യ ചവിട്ടുപടിയായിട്ടാണ് നാം കാണേണ്ടത്. യേശുവിനെ കൂടാതെയുള്ള ആഘോഷം പൂർണ്ണമല്ല. യേശു പറയുന്നത് പോലെ ജീവിതം ആരംഭിക്കുക, ജീവിക്കുക. കാനായിലെ നിറവ് ജീവിതത്തിൻ്റെ ഭാവാത്മക സമീപനമാക്കി മാറ്റുക. പ്രിയ സഹോദരങ്ങളെ, മറിയം 2-ാം ഹൗവയാണ്. ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ അവിടുത്തേക്ക് ചേർന്ന് സഹകരിച്ചവളാണ് മറിയം. കാൽവരിയിൽ പൂർത്തിയാകേണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചത്. 2 സ്ഥലങ്ങളിൽ ഈശോ തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നു. കാനായിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അടയാളം നടന്ന സ്ഥലത്ത് എനിക്കും നിനക്കുമെന്ത് എന്ന് അമ്മയോട് സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ചോദിക്കുന്നു. കാൽവരിയിൽ ബലിയർപ്പിച്ചപ്പോൾ മഹത്വീകരണത്തിൻ്റെ പൂർത്തീകരണം യേശു അവിടെ കാണിക്കുകയാണ്. ആദ്യ മാതാവായ ഹൗവ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചു. 2-ാം ഹൗവയായ പരിശുദ്ധ ദൈവമാതാവ് മനുഷ്യവർഗത്തിൻ്റെ ജീവൻ്റെ മാതാവായി മാറുകയാണ്. ലോകത്തിന് മുഴുവൻ കാൽവരിയിലൂടെ
അതിൻ്റെ ചുവട്ടിൽ മറിയം അമ്മയായി നിൽക്കുകയാണ്. ശിഷ്യത്വത്തിൻ്റെ വളർച്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ മഹത്വത്തിനും സാക്ഷികളായ ശിഷ്യന്മാർ അവൻ്റെ ശിഷ്യർ എന്ന നിലയിൽ പടിപടിയായി വളരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈശോയോടൊത്ത് ജീവിക്കുവാൻ സഭയിലൂടെ നാം ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ് തമ്പുരാൻ. അങ്ങനെ കാനായിലെ കുടുംബത്തിൻ്റെ കുറവ് സ്വന്തം കുറവായി മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ പരിശുദ്ധ അമ്മ നടത്തിയ ആ പരിശ്രമം വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ സ്വയം അറിയുവാനും മറ്റുള്ളവരെ അറിയുവാനും നമ്മുടെ കുറവുകളും കഴിവുകളും മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനും നമ്മെ ക്ഷണിക്കുകയാണ്. അധികാരമുള്ളവരിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക, വചനമനുസരിച്ച് ജീവിക്കുക, അത്ഭുതം ദർശിക്കുന്നതിനുള്ള കാലമാണ് ഇത്. തമ്പുരാൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഒഴിഞ്ഞ കൽഭരണികൾക്ക് മാത്രമേ നിറയ്ക്കപ്പെടുവാൻ സാധിക്കൂ. നിറകുടം തുളുമ്പുകയില്ല. എന്നാൽ ഒഴിഞ്ഞ കലം അത് നിറയ്ക്കണമെങ്കിൽ സമയമെടുക്കും. ഇവിടെ സമയവും അലകളും ആർക്കു വേണ്ടിയും മാറി നിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആ കൽഭരണികൾ തുറക്കുവാൻ, അതിൽ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നാം നിറയ്ക്കുന്നതായ വെള്ളം നിറവുള്ളവനായി അവിടുന്ന് ആസ്വദിച്ച് കഴിയുമ്പോൾ അത് വീഞ്ഞായി മാറുന്നു. നാം കാഴ്ചവെച്ച അപ്പം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അരുളി ചെയ്ത തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മെ ഓരോരുത്തരെയും ദേവാലയങ്ങളാക്കി മാറ്റി ദൈവികമായ സാന്നിധ്യം നാം അനുഭവിക്കുവാനും ആ ദൈവികമായ സാന്നിധ്യം വഴി അനേകർ അതനുഭവിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാൻ, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, പുനരുത്ഥാനത്തിൻ്റെ മഹാസന്തോഷത്തിൽ പങ്കാളിയാകുവാൻ, സ്വർഗീയ ജെറുസലേമിലെ ആ വിരുന്നിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വെള്ളം തമ്പുരാൻ ആസ്വദിച്ചപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറഞ്ഞത് വാക്കുകൾ കേട്ട പരിചാരകർ കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ അവിടുന്ന് ആസ്വദിച്ചപ്പോൾ അത് മേൽത്തരം വീഞ്ഞായിട്ട് മാറി. ഇന്നും തമ്പുരാൻ നമ്മോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. എന്താണ് അവൻ നമ്മോട് പറയുന്നതെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജനത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.